ഗായ്സ് ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്തെ നമ്മൾ കുറച്ച് മീൻ പിടിക്കാൻ പോയാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് മണ്ണിരേനാണ് കേട്ടോ. വേറെ തീറ്റയൊന്നും കിട്ടിയില്ല. സോ മണ്ണിരേനെ പിടിക്കുന്ന സ്ഥലം എന്ന് പറയാൻ നേരത്ത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. മണ്ണിര കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിന് മുകളിലായിട്ട് ഇങ്ങനെ കറുത്ത കളർ, നല്ല ഡാർക്ക് കളർ മണ്ണിങ്ങനെ കുനുകുനാന്ന് പറഞ്ഞിരിപ്പുണ്ടായിരിക്കും. ആ സ്ഥലത്ത് കുഴിച്ച് കഴിഞ്ഞാൽ മണ്ണിരേൻ എന്തായാലും കിട്ടും. നമ്മളങ്ങനെ കുഴിച്ചിട്ട് പിടിച്ച മണ്ണിരകളാണ് ഈ കാണുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഫുൾ സൈസിലുള്ള മണ്ണിരയാണ് ഈ കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ചൂണ്ടയും കൊളുത്തൊന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ കുറച്ച് ടങ്കീസും കൊളുത്തൊക്കെ പോയി വാങ്ങി. അപ്പോൾ ഒരു 20 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3-4 മീറ്ററിൻ്റെ ടങ്കീസും കാണും. ഈ 20 രൂപ 10 ആണെന്ന് തോന്നുന്നു. 2 കൊളുത്തും ഒരു എന്തായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കാണും. അതെന്ന് പറയുമ്പോൾ പൊങ്ങ് പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനാണ്. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ മീൻ വന്ന് വലിക്കാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കുഴൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളെയൊക്കെ കാണിച്ചു തരാം. ഒറ്റക്കൈ ഫോണും ഒറ്റക്കൈയിൽ പോൾ റോഡും പിടിച്ചിട്ട് മീൻ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും പിടിച്ച മീനുകളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാൻഡാണെങ്കിലേ ഒടിഞ്ഞു പോയി. പിള്ളേരൊക്കെ എടുത്ത് കളിച്ചിട്ട് കുറച്ച് പിള്ളേർ വന്നായിരുന്നു വീട്ടിൽ. കളിച്ചിട്ട് അതങ്ങ് ഒടിഞ്ഞു പോയി. സോ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡില്ല. സോ നമ്മൾ പിടിച്ച മീനുകളാണിത്. ഏകദേശം ഒരു 40ഓളം അണ്ടികിളികൾ അല്ലെങ്കിൽ അനാബസ് എന്നൊക്കെ പറയും. ആ മീനെ പിടിച്ചിട്ടുണ്ട്. പലയിടത്തും പല പേരിലാണ് പറയുന്നത്. ചിലടത്ത് കല്ലേ മുട്ടി അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. അപ്പോൾ വേറൊരു സാധനം കിട്ടിയത് ഇതാണ്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ 2 വലിയ സാധനം കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അനാബസിനെ നോക്കാം. മിക്ക അനാബസും ഈ ജൂനൈൽ സൈസാണ് കേട്ടോ. ഞാൻ ഈ ഒരാഴ്ച മുന്നേ പിടിച്ചതാണ്. വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയൊക്കെ വന്നിട്ട് പാടത്തൊക്കെ വെള്ളം കയറി നിൽക്കുന്ന സമയമായിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം നല്ല ജൂനൈൽ സൈസിലുള്ള അനാബസുകളാണ്. വെച്ചാൽ ഭയങ്കര അഡൾട്ട് സൈസ് എത്തിയിട്ടില്ല. വലുത് ആപ്പാടെ 3-4 എങ്ങാണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ജൂനൈൽ സൈസാണ്. അതുകൊണ്ട് നമ്മൾ കറിക്കൊന്നും ഇതിനെടുക്കുന്നില്ല. ഇതിനെന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് അത്യാവശ്യം കിട്ടിയ വലിയ സൈസ് എന്ന് പറയുമ്പോൾ. ഇങ്ങനെയൊന്നും അല്ല, ഒരു കൈപ്പത്തിനേക്കാളും നല്ല രീതിയിൽ സൈസ് വെക്കുന്ന മീനുകളാണ് അനാബസ് എന്ന് പറയുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ ഈ മാർക്കറ്റിലൊക്കെ ബ്രോയിലർ അനാബസ് അവൈലബിൾ ആണ്. അത് അത്യാവശ്യം ഈ വൈൽഡിൽ കാണുന്നതിനേക്കാളും ഇത്രയും കൂടെ സൈസ് വെക്കും. അപ്പോൾ കുറേ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3-4 വലിയ അനാബസ് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തിരിക്കുന്ന ചെറുതൊക്കെ എടുത്തിട്ടുണ്ട്. ചെറുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വിരൽ അല്ലെങ്കിൽ 1.5 വിരൽ അത്രയൊക്കെ ഉള്ളു. സോ നമ്മുടെ കയ്യിലൊരു കുളമുണ്ട്. ആ കുളത്തിലോട്ട് നമ്മൾ ഈ മീനുകളെയൊക്കെ റിലീസാക്കാൻ പോവുകയാണ്. ഞാനിതിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തിയാലും, ഞാൻ ഈ മീൻ പിടിക്കുന്നത് അമ്മ വീട്ടിൽ നിന്നാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ പിടിച്ച വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മൾ അമ്മ വീട്ടിലെ കുളത്തിലോട്ട് ഇത് ഇടാൻ പോവുകയാണ്. നമ്മളവിടുത്തെ പാടത്തു നിന്നാണ് പിടിച്ചത്. കുളത്തിലിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയാലും ഈ സാധനം ഒരു കാരണം വെച്ചാലും നമ്മൾ ടാങ്കി കിടക്കത്തില്ല. ഞാൻ ഇഷ്ടം പോലെ പിടിച്ചിട്ട് കുളത്തിൽ കൊണ്ടുപോയി വളർത്തിയിട്ടുണ്ട്. എല്ലാം ചാടി പോവും. മഴ പെയ്താൽ അപ്പം ചാടും, ഉറപ്പായിട്ടും ചാടും. നെറ്റിട്ടിട്ടും കാര്യമില്ല. ഞാൻ നെറ്റിട്ടാലും സംഭവം എങ്ങനെയെങ്കിലും ചാടിപ്പോവും. സോ ഞാൻ ഇതിനൊക്കെ വളർത്തുന്ന പരിപാടി പണ്ട് ഉപേക്ഷിച്ചതാണ്. സോ കുളത്തിലോട്ട് ഇടുവാണ്. ഇവിടെ കിടന്ന് പെരുകുകയോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ചാടിപ്പോവുകയോ. എന്തായാലും ഈ കുളത്തിൽ നിന്നും ചാടി മഴ പെയ്യുമ്പോൾ വേറെ ഒരു സ്ഥലത്തോട്ടും പോകും. അത് വേറെ കാര്യം. സോ എന്തായാലും പിടിച്ച സ്ഥിതിക്ക് നമ്മൾ ഇതിലിടുന്നത് ഏകദേശം ഒരു 10-40ഓളം ഉണ്ട് കേട്ടോ. ഇതിന് പിന്നെ ഒടുക്കത്തെ ഡിമാൻഡാണ് കേട്ടോ. കറി വെക്കാനല്ല, ചൂണ്ടിടുന്ന ആൾക്കാർക്ക്. ഇതിൻ്റെ ഈ ജൂനിയർ സൈസുള്ള മീനെ കിട്ടിക്കഴിഞ്ഞാൽ ചൂണ്ടയെ കൊളുത്തി മറ്റേ ചെമ്പല്ലിക്കും അല്ലെങ്കിൽ കൊത്തു ചൂണ്ടയിലെ മനനിലൊക്കെ പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാറുണ്ട്. വെച്ചാൽ ഭയങ്കര ഉഷിരാണ് ഇതിന്. കുറേ നേരം കൊളുത്തി കിടന്നാലും ജീവനോടെ ഇരുന്നേക്കും. അപ്പോൾ ഈ 3-4 കണ്ട അതാണ് നമ്മൾ എന്തായിരുന്നു വലുതാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. വീട്ടുകാർ കറിക്ക് വരെ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ ഓർത്ത്. പിന്നെ കിട്ടിയ സാധനം അവൻ ഭയങ്കര ചാട്ടക്കാരനാണ്. അവൻ ആദ്യം അനാബസിൻ്റെ ടാങ്കിൽ നിന്ന് ചാടിപ്പോയി. ഇപ്പോൾ ഈ കാണുന്ന വരാലിൻ്റെ ടാങ്കിൽ നിന്ന് ചാടിപ്പോയി. പിന്നെ നമുക്ക് 2 ഫുൾ സൈസിലുള്ള വരാലും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വളർത്താൻ എടുക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ 2 പുലിവാഹകളുണ്ട്. അപ്പോൾ അവറ്റകൾക്ക് ഇത് കൂട്ടായിരിക്കും. അതിൻ്റെ ടാങ്ക് ഇടാൻ പറ്റത്തില്ല, അതൊരു അക്യൂറത്തിൽ കിടക്കണം, അതിന് സ്ഥലമില്ല. സോ ഇത് നമ്മുടെ മോൺസ്റ്റർ റിംഗ് ടാങ്കിൽ റിങ്ങിൽ ഇതിനിട്ട് വളർത്താമെന്ന് പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അത്യാവശ്യം സൈസുണ്ട്. ഇത് കൂടാണ്ട് വേറെ ചെറിയൊരു കുഞ്ഞു വരാലിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് ഓർക്കുന്നു. ഞാൻ ആദ്യം പെട്ടെന്ന് അത് വട്ടാനാന്ന് ഓർത്ത്. ഇത് 2 തമ്മിൽ അപ്പം മാറിപ്പോവുക. വട്ടാനും വരാലും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാവുന്നൊരു വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണാനാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ. ബൈ.